ഇന്ത്യയിലെ ഉദയസൂര്യൻ്റെ നാട്, സെവൻ സിസ്റ്റേഴ്സ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും വലുത്. മനോഹരമായ ഭൂപ്രകൃതി കൊണ്ടും സംസ്കാരം കൊണ്ടും വിനോദസഞ്ചാര ഭൂപടത്തിൽ വലിയ സ്ഥാനമുണ്ട് അരുണാചലിന്. പക്ഷേ നമ്മളിപ്പോൾ പോകുന്നത് ഇന്ത്യയിലെ സെവൻ സിസ്റ്റേഴ്സ് അല്ല, സൗത്ത് ഈസ്റ്റ് ഇംഗ്ലണ്ടിലെ ഐസേജ് കാലഘട്ടത്തിലെ ഫോസിലുകളും മറ്റും കണ്ടെത്തിയിട്ടുള്ള വളരെ ഭംഗിയേറിയതും ഫേമസുമായ ഒരു ഡെസ്റ്റിനേഷനിലേക്കാണ്. രണ്ടുപേർ ലക്ഷ്യമിട്ട യാത്രയ്ക്ക് 4 പേര് ചേർന്ന് അവസാനം ഏതൊരു യാത്രയും പോലെ 2 പേര് പിന്മാറുകയും ബാക്കി 4 പേരുമായി കംപ്ലീറ്റ് ചെയ്ത ഈ സമ്മർ യാത്ര രാവിലെ 8:30 ആരംഭിച്ചു. നിങ്ങൾ ഇതുപോലെയുള്ള യാത്രകൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് ടിക്കറ്റ് ട്രെയിൻ ആപ്പ് വഴി എടുത്തിട്ട് യാത്ര ചെയ്താൽ വലിയൊരു ഡിസ്കൗണ്ട് നമുക്ക് ലഭിക്കും. അത്തരത്തിൽ ബുക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾ ലണ്ടൻ ഭാഗത്തു നിന്ന് ഈസ്റ്റ് ബോൺ റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രയാണം ആരംഭിച്ചു. ഈസ്റ്റ് ബോണിൽ നിന്നും 12X അല്ലെങ്കിൽ 12A എന്ന ബസ് എടുത്താൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ഈ നാഷണൽ പാർക്ക് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങാൻ സാധിക്കും. അവിടെ നിന്നും 20-25 മിനിറ്റ് നടന്നാൽ കുക്മീർ റിവർ സൈഡിലൂടെ ഓൾഡ് ഫാം വഴി താഴ്വരയുടെ സൗന്ദര്യവും കയാക്ക് കാഴ്ചകളും ഉൾപ്പെടുന്ന ലാൻഡ്സ്കേപ്പ് കണ്ടുകൊണ്ട് കാർ പാർക്കിംഗ് സ്ഥലത്തു നിന്നും ഹെവൻ ബ്രോ എന്ന ക്ലിഫിന് താഴേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഹൈക്കിംഗ് തിരഞ്ഞെടുക്കുന്നവർക്ക് പല ഭാഗത്തു നിന്നും സ്റ്റാർട്ടിങ് ചെയ്യാനാവും. പക്ഷേ ഞങ്ങൾ കംപ്ലീറ്റ് ഹൈക്കിംഗ് എക്സ്പീരിയൻസ് ലഭിക്കുന്നതിനായി കുക്മീർ ഹേവനിൽ നിന്നും ബെർലിംഗ് ക്യാപ്പിലേക്ക് എത്തിയിട്ട് അവിടെ നിന്നും ബീച്ചി ഹെഡ് ലൈറ്റ് ഹൗസ് എന്ന രീതിയിൽ വലിയ ചോക്കുമലയിൽ നിന്നും ചെറുതിലേക്ക് 8 ക്ലിഫുകൾ കയറി ഇറങ്ങിയാണ് ഹൈക്ക് ചെയ്തത്. താഴ്വരയിലൂടെ നടക്കുമ്പോൾ പ്രായമായവരും കുട്ടികളും എന്നിങ്ങനെ പല വിഭാഗം ആളുകൾ നടക്കുന്നതും ആസ്വദിക്കുന്നതും കാണുമ്പോൾ മനസ്സിനൊരു പോസിറ്റീവ് വൈബ് ലഭിക്കും. അതുപോലെ തന്നെ കുതിരകൾ നിൽക്കുന്നതും ചെറിയ കാറ്റിൻ്റെ തലോടൽ കൂടിയാകുമ്പോൾ നമുക്കതൊരു ഫ്രഷ്നസ് നൽകും. ആകാശത്തിലൂടെ ഹെലികോപ്റ്റർ റൈഡ് പോകുന്ന കാഴ്ചകൾ ഓരോ അരമണിക്കൂറിലും കാണാൻ സാധിക്കും. ഇതെല്ലാം കണ്ടു നടന്ന് നമ്മളിപ്പോൾ കുക്മീർ ഹേവൻ എന്ന സ്ഥലത്തെത്തി. ഇവിടെ പെബിൾ സ്റ്റോണുകൾക്കിടയിലൂടെ നദി അറ്റ്ലാന്റിക് ഓഷ്യൻ ഭാഗമായ ഇംഗ്ലീഷ് ചാനലിലേക്ക് യോജിക്കും. ഇവിടെ നിന്നും നോക്കുമ്പോൾ രാജകീയമായി തലയുയർത്തി നിൽക്കുന്ന ചോക്ക് ക്ലിഫ് കാണാൻ സാധിക്കും. കയ്യിലൊരു കുഞ്ഞൻ ഞണ്ടിനെയും കൊണ്ടുവന്ന് അമ്മാനമാടുന്ന വിഘ്നേഷ് എന്ന വലിയ ചെറിയ കുട്ടിയെയും വെള്ളത്തിൽ ഓടിക്കളിച്ച് നടക്കുന്ന വളർത്തു നായ്ക്കളെയും അവരുടെ അഭ്യാസവും കണ്ട് നടക്കുമ്പോൾ എന്തൊക്കെയോ കളക്ട് ചെയ്യാൻ തിരഞ്ഞു നടക്കുന്ന സോളോ യാത്രികരും പപ്പടം ഉണക്കാനിട്ട പോലെ സൺബാത്തിന് കിടക്കുന്ന യാത്രികരും എല്ലാം ചേർന്നതായിരുന്നു ഈ ഭാഗത്തെ ഭംഗികൾ. ഐക്കോണിക് വിൻറ്റേജ് പോസ്റ്റ് കാർഡിലെ ആ വലിയ വെളുത്ത ചോക്കുമലയുടെ അടുത്തേക്ക് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഹെവൻ ബ്രോ എന്ന 253 അടി ഉയരമുള്ള സെവൻ സിസ്റ്റേഴ്സ് ക്ലിപ്പുകളിൽ ഹൈയസ്റ്റായ ഒന്നിൻ്റെ താഴെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഐസേജ് കാലഘട്ടത്തിലെ ഫോസിലുകളും സോയിലും കണ്ടെത്തിയിട്ടുള്ള കടലിനടിയിലേക്ക് ഇറോഷൻ വഴി രൂപപ്പെട്ട ചോക്കുമലകളാണ് ഈ കാണുന്നത്. വൈറ്റ് സെഡിമെൻ്ററി റോക്കിനെയാണ് ചോക്ക് എന്ന് പറയപ്പെടുന്നത്. 100 മില്യൺ വർഷങ്ങൾക്ക് മുമ്പായി കടലിനടിയിലേക്ക് രൂപപ്പെടുന്ന ഭാഗമാണ് ഈ ചോക്കുമലകൾ. കണ്ടാൽ ഒരു മഞ്ഞുമല നിൽക്കുന്ന പോലെ തോന്നും. പക്ഷേ വളരെ അപകടം പിടിച്ചതും ശ്രദ്ധിച്ചു നിന്ന് കാണേണ്ടതുമായ ഭാഗമാണ് ഈ ക്ലിഫുകൾ. ഇനി ഇവിടെ നിന്നും നമ്മുടെ ഹൈക്കിംഗ് ആരംഭിക്കുന്നു. അരികത്തുള്ള ഭാഗത്തു നിന്നും കുത്തനെയുള്ളൊരു കയറ്റം പിടിച്ചു കയറിയാൽ നമ്മൾ 1ാമത്തെ ക്ലിഫിന് മുകളിലെത്തും. മുകളിൽ കയറിയാൽ അല്പനേരം നമുക്ക് അവിടെ ഇരുന്ന് സെവൻ സിസ്റ്റേഴ്സിലെ ഏറ്റവും ഉയരമുള്ള ഭാഗത്തു നിന്നും ഇംഗ്ലീഷ് ചാനലിൻ്റെ വൈഡ് ബ്യൂട്ടി കണ്ട് ആസ്വദിക്കാൻ സാധിക്കും. പലരും ട്രക്ക് ചെയ്തുകൊണ്ട് ഈ പാതയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു.
ഞങ്ങൾ ഇവിടെ നിന്നും വന്ന വഴിയിലേക്ക് തിരിഞ്ഞു നോക്കി അവിടെ നിന്നും പതുക്കെ നടന്നു തുടങ്ങി. അങ്ങനെ പച്ചപ്പർവ്വതാനി വിരിച്ച വഴിയിലൂടെ ഇരുന്നും പാട്ട് കേട്ടും സംസാരിച്ചും കാഴ്ചകൾ കണ്ടും ഓരോ മലകളും കയറി ഇറങ്ങി. ഹാരി പോട്ടർ, അറ്റോൺമെന്റ്, റോബിൻ ഹുഡ്, ലൂത്തർ എന്നിങ്ങനെയുള്ള സിനിമകളും മ്യൂസിക് വീഡിയോയുമൊക്കെ ഈ സ്ഥലത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ക്ലിഫ് ഇടിഞ്ഞു വീഴുമ്പോൾ ഓരോ തവണയും ഓരോ തരത്തിലായിരിക്കും ഇവിടുത്തെ രൂപം. അത്തരത്തിൽ 8ാമതൊരു മല കൂടി രൂപപ്പെട്ടിരുന്നു. എന്നിരുന്നാലും 7 സിസ്റ്റേഴ്സ് എന്ന പേര് നിലനിർത്തി പോകുന്നു. നമ്മളിപ്പോൾ 4ാമത്തെ മലയായ ബ്രാസ് പോയിന്റിൽ എത്തിയിരിക്കുന്നു. അതായത് യാത്രയുടെ പകുതിയിൽ നിൽക്കുന്നു. 1820 ക്രോലിംഗ് കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്തുണ്ടായിരുന്നു. സ്മഗ്ലിംഗ് ചെയ്യുന്നത് തടയുന്നതിനായി ഉപയോഗിച്ചിരുന്ന ആ ഗാർഡ് സ്പേസ് മണ്ണിനടിയിൽ നിന്നും കുഴിച്ചെടുത്ത് പഴയ ഗാർഡ് ബട്ടൺസ്, പിൻ, പ്ലേറ്റ് എന്നിങ്ങനെയുള്ള വസ്തുക്കൾ കണ്ടെത്തിയിരുന്നു. അതിന് കാരണം അടുത്ത 15 വർഷത്തിനുള്ളിൽ ഈ ഭാഗം കടലിലേക്ക് ഇടിഞ്ഞു വീഴും എന്നുറപ്പായപ്പോൾ എക്സ്കവേഷൻ ചെയ്തെടുത്ത് സൂക്ഷിച്ചു വെച്ചതാണ്. കുത്തനെയുള്ള ഇറക്കമിറങ്ങി വീണ്ടും ഒരു കയറ്റം കയറി നമ്മളിപ്പോൾ വെൻഡ് ഹില്ലിലെത്തി. ഒരു ഇടുങ്ങിയ വഴിയിലൂടെ അല്പം നടന്നാൽ നമ്മൾ ടൂറിസ്റ്റ് ലൊക്കേഷനായ ബെർലിൻ ഗ്യാപ്പിലേക്ക് എത്തിച്ചേരും. ഒറ്റപ്പെട്ട പ്രൈവറ്റ് താമസ സ്ഥലങ്ങൾ മാത്രമുള്ള ഒരു ഭാഗം. സ്വസ്ഥം, ശാന്തം, സമാധാനം. ബെർലിൻ ഗ്യാപ്പ് എന്ന ഭാഗമാണ് ഈ സ്ഥലം. ഇവിടെയാണ് ഈ ഭാഗത്തേക്കുള്ള ബസ് വരുന്നതും കാർ പാർക്കിംഗ് സൗകര്യങ്ങളും ചെറിയ ഷോപ്പിങ്ങും ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഉള്ള ബീച്ച് പോർഷൻ. ഇവിടെയുള്ള സ്റ്റെയർ ഇറങ്ങിച്ചെന്നാൽ ബീച്ചിലേക്ക് എത്തിച്ചേരും. നോർമൽ ആളുകൾ 7 സിസ്റ്റേഴ്സ് കാണാൻ വരുമ്പോൾ ഈ ഭാഗം മാത്രമാണ് വന്നു കാണുക. കാരണം നടക്കാനുള്ള മടി തന്നെ. ഇങ്ങോട്ട് വരുന്ന യാത്രയ്ക്ക് മുന്നോടിയായി ഞാൻ റെഫർ ചെയ്തപ്പോഴും വന്നവർ ഈ ഭാഗം മാത്രം പകർത്തി ഒതുക്കി തീർത്ത യാത്രാവിവരണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാനും വിചാരിച്ചു ഇത്രയേ ഉള്ളൂ എന്ന്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. നിങ്ങളിപ്പോൾ കണ്ട ഈ യാത്രാ വിവരണത്തിൽ അങ്ങനെ ചെറുതായി തോന്നിയോ? താഴെ ഇറങ്ങി തിരകളുടെ ശബ്ദവും കേട്ട് ഒരു സ്ഥലം കണ്ടെത്തി ഞങ്ങളിരുന്ന് കയ്യിലെ ഫ്രൂട്ട്സ് കഴിച്ചു. ഈ ഭാഗത്ത് സീലുകൾ വരാനുള്ള ബീച്ചാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വെള്ളത്തിൽ കുറച്ചൊന്ന് നീന്തി വരാമെന്ന് തോന്നിയത്. പെബിളുകളിൽ ചവിട്ടി നടക്കുമ്പോൾ അത്ര സുഖകരമല്ല. എന്നാലും പതുക്കെ തിരകളുടെ കയ്യിലേക്ക് ഞാനും ഇറങ്ങി. വെള്ളത്തിൽ നിന്നും ക്ലിഫ് കാണാൻ വേറൊരു തരം ഭംഗിയാണ്. വളർത്തുനായയും കൊണ്ട് അതിനോടൊപ്പം നീന്തിക്കളിക്കുന്ന ഉടമസ്ഥരും വെയിൽ കൊള്ളാനും സമയം ചിലവിടാനുമായി വന്ന കാഴ്ചക്കാരും ഫോട്ടോ എടുക്കലുമൊക്കെയായി തിരക്ക് കൂടി തുടങ്ങി. ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു വർക്കിംഗ് ഡേയിലായതുകൊണ്ട് തിങ്ങി നിറയാതെ കാഴ്ചകൾ കാണാൻ അവസരം ലഭിച്ചു. കുറച്ചു നേരം കരയിലിരുന്ന് സംസാരിച്ച് മുകളിലേക്ക് കയറി. ഇനി റൈറ്റ് സൈഡിൽ കാണുന്ന ഗ്രാസ് ലാൻഡിലൂടെ നടന്ന് മുകളിലേക്ക് പോയാൽ ഒരു ലൈറ്റ് ഹൗസ് കാണാൻ സാധിക്കും. ഇനി അതും കൂടി കണ്ടില്ലെന്ന് വേണ്ട എന്ന് വെച്ച് ദൂരെ കാണുന്ന ലൈറ്റ് ഹൗസ് നോക്കി ഞങ്ങൾ നടന്നു. അതുപോലെ തന്നെ ക്ലിഫിൽ നിൽക്കുമ്പോൾ 5 മീറ്റർ നീങ്ങി വേണം മുകളിലായാലും താഴെയായാലും നിൽക്കുവാൻ. ഇത്തരത്തിലുള്ള മുന്നറിയിപ്പ് ബോർഡുകളും തിരമാലകൾ ശക്തമാകുന്ന സമയവും ലോ ടൈഡ് സമയവും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും.
നടന്ന് മുകളിലേക്ക് എത്തിയപ്പോൾ മനസ്സിലായി ഇത് 200 വർഷം പഴക്കമുള്ള ലൈറ്റ് ഹൗസ് ആയിരുന്നു എന്ന്. ഇപ്പോഴിത് ലോകത്തിലെ വളരെ ചുരുക്കം എന്നതിൽപ്പെടുന്ന താമസിക്കാൻ സൗകര്യം നൽകുന്ന സ്ഥലമാക്കി മാറ്റിയിരിക്കുന്നു. അടുത്തെത്തിയാലും ഓടിപ്പോകാത്ത മുയൽക്കുട്ടി മുതൽ പലതരം അനുഭവങ്ങൾ തന്നൊരു നാച്ചുറൽ ബ്യൂട്ടി ആയിരുന്നു ഞങ്ങൾക്ക് ഈ 7 സിസ്റ്റേഴ്സ് യാത്ര. 7 ചോക്ക് മലകൾ കാരണമാണ് 7 സിസ്റ്റേഴ്സ് എന്ന് പേര് വന്നതെന്ന് പറയുന്നുണ്ട്. ഫ്രീ എൻട്രിയും നല്ല ഫ്രഷ്നെസ് തരുന്ന കാഴ്ചകളും ഹൈക്കിംഗ് എന്നിങ്ങനെ പലതും കോർത്തിണക്കിയ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഞങ്ങൾ 6 മുതൽ 7 മണിക്കൂർ നീണ്ടു നിന്ന ഈ നടത്തം അവസാനിപ്പിച്ച് ഈ അറ്റത്തു നിന്നും ബസ് കയറാൻ നിന്നപ്പോഴാണ് അറിഞ്ഞത് ലാസ്റ്റ് ബസ് 5:30 എന്ന്. പതുക്കെ നടന്ന്, അതായത് 4 കിലോമീറ്റർ നടന്ന് മറ്റൊരു സ്ഥലത്തു നിന്നും ബസ് കയറി. അങ്ങനെ ഞങ്ങൾ വന്നിറങ്ങിയ സ്റ്റേഷനിലേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു. ബുക്ക് ചെയ്ത പ്രകാരം അതേ സമയത്ത് ട്രെയിനിൽ തിരികെ പോകുമ്പോൾ ദൂരെ മലയുടെ മുകളിൽ പാരാഗ്ലൈഡിംഗ് കണ്ട് ഈ യാത്ര രാത്രി 10 മണിയോടെ കംപ്ലീറ്റ് ആയി. ഇനി മറ്റൊരു വിശേഷവുമായി പുതിയൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം.